ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കോൺസെൽ. ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഉപയോഗിക്കേണ്ട 3 വാക്കുകളാണ് ഈ ആർട്ടിക്കിൾസ്. എ, അൻ, ദ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു എന്നൊരു അർത്ഥമാണ് നമുക്ക് മലയാളത്തിൽ ഈ ആർട്ടിക്കിൾ എല്ലാം തരുന്നത്. അത് എ ആണെങ്കിലും അൻ ആണെങ്കിലും ദ ആണെങ്കിലും എല്ലാം തരുന്ന അർത്ഥം ഒന്ന് തന്നെ, ഒരു എന്നൊരു അർത്ഥം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഒരു എന്ന് പറയാൻ വേണ്ടി ഒരേപോലെ എ, അൻ, ദ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അത് എപ്പോഴൊക്കെയാണ് എ ഉപയോഗിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് അൻ ഉപയോഗിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് ദ ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ ഇത് അറിയത്തില്ലെങ്കിൽ വലിയ വലിയ തെറ്റുകൾ നമുക്ക് പറ്റുകയും ചെയ്യും. നമുക്ക് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, രണ്ടാമത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് പറയുന്ന പോലെ നമുക്ക് അർത്ഥം കൂടെ മനസ്സിലാകുന്നുണ്ട്. ഉറപ്പായിട്ടും ഉറപ്പുള്ളൊരു ആർട്ടിക്കിളാണ് ഡെഫിനറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിനെ പറ്റിയായിരിക്കും നമ്മൾ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദ ആണ്. രണ്ടാമത്തെ കേസാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. നമുക്ക് ഇൻഡെഫിനിറ്റ് ആണ്, അത്രയ്ക്ക് ഉറപ്പില്ല. അപ്പം അത്രയ്ക്ക് ഉറപ്പില്ലാത്ത, അത്രയ്ക്ക് വ്യക്തമായിട്ട് അറിയാത്ത, അത്ര അടുത്തറിയാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ 2 എണ്ണമാണ്, എ, അൻ, അൻ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എ, അൻ ആണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ദയെ പറ്റി പറയുന്നത്. കാരണം ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് ഒരുപാട് യൂസേജുകളുണ്ട്, അത് ഓരോന്നും തരംതിരിച്ച് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സോ നമുക്കിന്ന് എ ആൻഡ് അനിന്റെ ആദ്യത്തെ ഒരു വ്യത്യാസം നോക്കാം. നമ്മൾ ഇത് രണ്ടും പ്രയോഗിക്കേണ്ടത് പ്രൊനൗൺസേഷൻ അല്ലെങ്കിൽ ആക്സെന്റ് അടിസ്ഥാനമാക്കിയിട്ടാണ്. എങ്ങനെയാണ് ഒരു വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി. ഓക്കെ, അൻ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വവ്വൽ സൗണ്ടുകളുടെ കൂടെയാണ്. എ ഉപയോഗിക്കേണ്ടത് കൺസോണന്റ് സൗണ്ടുകളുടെ കൂടെയും. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, സൗണ്ട് എന്നാണ്, വവ്വൽസ് എന്നല്ല. വവ്വൽസ് എന്ന് പറഞ്ഞാൽ എ, ഇ, ഐ, ഒ, യു എന്ന് പറഞ്ഞ 5 അക്ഷരങ്ങൾ, നമ്മൾ മലയാളത്തിൽ പറയുന്ന സ്വരാക്ഷരങ്ങൾ, അതാണ് നമ്മുടെ വവ്വൽ എന്ന് പറയുന്നത്. അപ്പൊ 5 ലെറ്ററുകളുണ്ട് എന്നും പറഞ്ഞ് ഈ ലെറ്ററിൽ തുടങ്ങിയാൽ എയിലോ, ഇയിലോ, ഐലോ, ഓലോ, യുലോ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് തുടങ്ങുവാണെങ്കിൽ അതിനാണ് നമ്മൾ എ ഉപയോഗിക്കണം എന്നല്ലർത്ഥം. ഈ സ്വരാക്ഷരങ്ങൾ തരുന്ന സൗണ്ടുകളിൽ ഒരു വാക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലാണ് നമ്മൾ എപ്പോഴും ആൻ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ കൺസോണന്റ് സൗണ്ടുകളിൽ ഒരു വാക്ക് തുടങ്ങുകയാണെങ്കിലാണ് അതിൻ്റെ മുമ്പിൽ എയുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, വവ്വൽ സൗണ്ടുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വവ്വൽ സൗണ്ടുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചാൽ തന്നെ ബാക്കി എല്ലാത്തിനും എ ആണെന്ന് നമുക്ക് അറിയാം. പിന്നെ എയും അന്നും ഉപയോഗിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് വ്യക്തതയില്ലാതെ, നമുക്ക് ഒട്ടും സാധാരണ എവിടെയും നമുക്ക് ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് എയും അന്നും. പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടവയാണ് എയും അന്നും. വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടൊക്കെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ഈ രണ്ടിനും പകരം ഉപയോഗിക്കേണ്ട ദ ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അൻ. സോ സൗണ്ടുകൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം സ്വരാക്ഷരങ്ങളുടെ സൗണ്ടുകൾ നമുക്ക് മലയാളം അറിയാവുന്നത് കൊണ്ട്, മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ അറിയാവുന്നത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ അൻ ഉപയോഗിക്കേണ്ടത് പഠിക്കാൻ സാധിക്കും. നമ്മുടെ മലയാളം സ്വരാക്ഷരങ്ങളായ അ, ആ, ഇ, ഈ, ഉ, ഊ, എ, ഐ, ഓ, ഔ, ഈ സൗണ്ടുകളിലാണ് ഒരു വേർഡ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം ആൻ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വാക്ക്, ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുമ്പം ആ വേർഡ് തുടങ്ങുന്നത് ആ സൗണ്ടിലാണ്. ആ സൗണ്ടിലായതും കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാം ആൻ. അതുകൊണ്ട് ആൻ ആപ്പിൾ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ആൻ ആപ്പിൾ. ഓക്കെ, ഇത് കൺസോണന്റ് സൗണ്ടുകളുടെ കാര്യം. അപ്പം
കൺസോണന്റ് എന്ന് പറഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങൾ. മലയാളത്തിൽ നമ്മൾ പറയുന്ന ക, ക, ഗ, ച, ച, ബാക്കി ത, ത, എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയും നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം എ. എല്ലാ കൺസോണന്റ് സൗണ്ടുകളുടെ കൂടെയും ഉപയോഗിക്കേണ്ട എ ആണ്. ഇംഗ്ലീഷിൽ ലെറ്റർ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, ബി, ഡബ്ല്യു, ഇസഡ്. ഈ അക്ഷരങ്ങളുടെ സ്വരങ്ങളിൽ, സൗണ്ടിലാണ് ഒരു വാക്ക് തുടങ്ങുന്നെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട എ ആണ്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ കായ്ക്ക ആ മൊത്തം വ്യഞ്ജനാക്ഷരങ്ങളിൽ ആ സൗണ്ടിലാണ് ഒരു വാക്ക് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എ. ക്ലിയർ അല്ലേ? ടീച്ചർ. ടീച്ചർ എന്ന് പറയുമ്പം ഈ വാക്ക് തുടങ്ങുന്ന ടി, ട എന്നുള്ള അക്ഷരത്തിലാണ്. ട എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് കൺസോണന്റ് സൗണ്ടിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വേറൊരു എക്സാമ്പിൾ നമുക്ക് വവൽ സൗണ്ടുകളിൽ നോക്കാം. അംബർല. അംബർല എന്നുള്ളൊരു വാക്ക് തുടങ്ങുന്നത് ആ സൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ആൻ ആണ്. ആൻ അംബർല എന്നാണ്. ഇനി കൺസോണന്റ് സൗണ്ടിലൊരു വാക്ക് നോക്കാം. സ്കൂൾ. സ്കൂൾ എന്ന് പറയുമ്പം സ, ആ സൗണ്ടിലാണ് നമുക്ക് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ സൗണ്ട് വരുന്നത് കൺസോണന്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പിൽ എഴുതേണ്ട ആർട്ടിക്കിൾ എ ആണ്. തേർഡ്, ശ്രദ്ധിക്കുക, ആൻ യൂണിയൻ. നോർമലി നമ്മൾ സ്പെല്ലിംഗ് വെച്ച് പറയുകയാണെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞ വാക്ക്, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്. അപ്പം യൂണിയൻ എന്ന് പറയുമ്പം യു, സ്പെല്ലിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ യു ഉണ്ടല്ലോ, വവൽ സൗണ്ടുകളിലുള്ള ലെറ്ററാണ് യു. അപ്പം നമ്മൾ ചേർക്കേണ്ടത് ആണല്ലോ സ്പെല്ലിംഗ് വെച്ചിട്ടാണെങ്കിൽ. പക്ഷെ ഇത് തെറ്റാണ്. കാരണം പറഞ്ഞ പോലെ സ്വരങ്ങൾ, സൗണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ലെറ്റർ തുടങ്ങുന്ന അക്ഷരം മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിയൻ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. യൂണിയൻ. യു എന്ന് പറഞ്ഞാൽ യാ ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, യാ. അപ്പൊ നമുക്കറിയാം യാ വരുന്നത് ഈ ആ ഇ ലല്ല, ഇവിടെയാണ് യാ രാലാവ. അപ്പം യാ വരുന്നത് കൺസോണന്റ് സൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻ യൂണിയൻ അല്ല, എ യൂണിയൻ ആണ് നമ്മൾ പറയണ്ടേ. യാ സൗണ്ട് ആണ് ഇവിടെ വരുന്നത്, ലെറ്റർ യു ആണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ യു തന്നെയാണ് തുടക്ക അക്ഷരം. പക്ഷേ ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന അംബർല എന്നാണ്, ആ സൗണ്ട് ആണ്. തുടക്കത്തിൽ ഇതിന്റെ സൗണ്ട് ആ ആണെങ്കിൽ ഇതിന്റെ സൗണ്ട് യാ ആണ്. തുടങ്ങുന്ന അക്ഷരങ്ങളൊന്നു തന്നെ, പക്ഷെ സൗണ്ടുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ ആണെങ്കിൽ ഇത് യാ ആണ്. ആയിൽ തുടങ്ങിയാൽ ആൻ, യായിൽ തുടങ്ങിയാൽ എ. ക്ലിയർ അല്ലേ? ഫോർത്ത്, നിങ്ങൾ ശ്രദ്ധിക്കും, ആൻ FIR എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ലെറ്റർ കൺസോണന്റ് സൗണ്ടുകളിലുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് എ പറഞ്ഞുകൂടാ എന്ന് ചോദിച്ചാൽ FIR എന്ന് എഴുതിയാൽ തെറ്റാണ്. വേറൊന്നുമല്ല, എഫ് എന്ന് പറഞ്ഞ ലെറ്ററിന്റെ സൗണ്ട്, ഉച്ചാരണം എഫ് എന്നാണ്. എഫ്, എഫ്, എയിലാണ് എഫിന്റെ ഉച്ചാരണം തുടങ്ങുന്നത്, എയിലാണ്. അപ്പം എ ഉച്ചാരണം വരുന്നത് നമുക്ക് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ആൻ FIR എന്നാണ് നമ്മൾ പറയേണ്ടത്. അടുത്തത് ആൻ അവർ. എച്ചിലാണല്ലോ ഇതും തുടങ്ങുന്നത്, അപ്പം നമുക്ക് എച്ച് ഉള്ളത് ഇവിടെയാണ്. അപ്പൊ എന്തുകൊണ്ട് എ അവർ എന്ന് പറഞ്ഞാൽ തെറ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് അവർ എന്ന് പറയുമ്പം നമുക്ക് ആ സൗണ്ട് അവർ എന്നാണ്. ഹ സൗണ്ട് അല്ല തുടക്കത്തിൽ വരുന്നത്. ഹവർ എന്ന് പറയുവാണെങ്കിൽ എ ഹവർ എന്ന് വന്നേനെ. പക്ഷെ നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുന്നത് അവർ എന്നാണ്, ആയാണ് വരുന്നത്. പ്രൊനൗൺസിയേഷനിൽ അവിടെ എച്ച് സൈലന്റും OUR ആണ് പ്രൊനൗൺസ് ആകുന്നത്. അവർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അവർ എന്നായതും കൊണ്ട് തന്നെ അവർ എന്ന് പറഞ്ഞാൽ ആയാണ് തുടക്കക്ഷരം. അപ്പം ആയിൽ തുടങ്ങുന്ന ഒരു വാക്ക് മുമ്പിൽ വരേണ്ട ആർട്ടിക്കിൾ ആൻ. സോ ആൻ അവർ. ക്ലിയർ അല്ലേ? ആൻ MLA, ഇതും ഇതുപോലെ തന്നെ. എം എന്ന് പറഞ്ഞാൽ, എം എന്ന് പറഞ്ഞാൽ അക്ഷരം ഒന്ന് എടുത്ത് നോക്കൂ, എയും മായും. എം, എയിലാണ് തുടങ്ങുന്നത് അക്ഷരം. അതുകൊണ്ട് ആൻ MLA ആണ്, MLA അല്ല. കാരണം എയിലാണ് എം എന്ന് പറഞ്ഞ അക്ഷരത്തിന്റെ തുടക്കം. അപ്പം ഓരോ വാക്കും തുടങ്ങുന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം അനുസരിച്ചാണ്
ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത്? ഓറഞ്ച് ഓയിൽ തുടങ്ങുന്നു, ആൻ ഓറഞ്ച്. കാർ കായിൽ തുടങ്ങുന്നു, അതുകൊണ്ട് എ കാർ. അപ്പം ക്ലിയർ അല്ലേ? നമുക്കൊരു വാക്ക് നമ്മൾ എഴുതുമ്പം ആ വാക്കിന്റെ തുടക്കത്തിലുള്ള ഒരു അക്ഷരത്തിന്റെ ഉച്ചാരണ ശബ്ദം സൗണ്ട് അനുസരിച്ചാണ് നമ്മൾ ആർട്ടിക്കിൾ ആഡ് ചെയ്യേണ്ടത്. അത് ഒരു സ്വരാക്ഷരത്തിന്റെ സൗണ്ടിലാണെങ്കിൽ, ശബ്ദത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ ആൻ ഉപയോഗിക്കുക. വ്യഞ്ജനാക്ഷരത്തിന്റെ അല്ലെങ്കിൽ കൺസോണന്റ് സൗണ്ടുകളുടെ സൗണ്ടിലാണ് ആ ലെറ്റർ തുടങ്ങുന്നതെങ്കിൽ, ആ ലെറ്റർ തുടക്ക ലെറ്റർ തുടങ്ങുന്നതെങ്കിൽ എ ഉപയോഗിക്കുക. സോ ആ, ആ, യാ, യായപ്പം എയിലേക്ക് പോയി. എയിൽ ഇത് ആയിൽ തുടങ്ങുന്നു, ഇത് എയിൽ തുടങ്ങുന്നു, ഇത് ഓയിൽ തുടങ്ങുന്നു. ഇവിടെയാണെങ്കിലോ ഇത് ടായിൽ തുടങ്ങുന്നു, ഇത് സായിൽ തുടങ്ങുന്നു, ഇത് യായിൽ തുടങ്ങുന്നു, പിന്നെ ഇത് കായിൽ തുടങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് എയും വന്നു. സോ ഇത് രണ്ടുമാണ് നമുക്ക് എ, അൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എപ്പോൾ ഉപയോഗിക്കണം എന്ന് ഉള്ളതിൻ്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ. സോ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഡെഫിനറ്റ് ആയിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ദ. ഇൻഡെഫിനിറ്റ് ആകുമ്പോഴാണ് എയും അന്നും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടെണ്ണം ഇൻഡെഫിനിറ്റ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോഴും സംശയം കാണും, ഈ ഡെഫിനിറ്റ് എന്താണ്, ഇൻഡെഫിനിറ്റ് എന്താണ്. അത് അടുത്ത ക്ലാസ് കാണുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ആ വ്യക്തത ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ദായാണ് ഉപയോഗിക്കുന്നത്. വ്യക്തത ഇല്ലാത്ത നോർമലായിട്ട് എനിക്ക് ഒരാളെ അറിയാം കറക്റ്റ് ആയിട്ട്. ഇപ്പം ആപ്പിൾ, ഏത് ആപ്പിളാണെന്ന് എനിക്ക് അറിയാം. ഒരു ആപ്പിളിന് പ്രത്യേക ഒരു പേരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു ആപ്പിൾ ഉണ്ട്. അപ്പോൾ ഒരു ആപ്പിൾ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ, ആ ആപ്പിളിനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ദാ ഉപയോഗിക്കും. പക്ഷെ ഏതോ ഒരു ആപ്പിൾ, എല്ലാ ആപ്പിളുകളെ നമുക്ക് ഏത് ആപ്പിളാന്ന് അറിയില്ല. ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു വകഭേദത്തിന് നമ്മൾ ആപ്പിൾ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നോർമലി എയും മന്നുമാണ് വരുന്നത്. സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദാ ഉപയോഗിക്കുന്നത്. ദായുടെ ഉപയോഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ആർട്ടിക്കിൾ, the definite. So see you.